മട്ടാഞ്ചേരി TD ഹൈസ്കൂളിൽ ദുരന്ത നിവാരണ പരിശീലന ശില്പശാലയ്ക്ക് തുടക്കമായി. ദുരന്ത നിവാരണ പരിശീലന ശില്പശാല യാംസിന് TD ഹൈസ്കൂൾ മട്ടാഞ്ചേരിയിൽ തുടക്കമായി. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും പോലീസ്, ഫയർഫോഴ്സ്, ആർമി, നേവി, നമ്മളെല്ലാം നമ്മളെ ഈ പാരാമിലിറ്ററി ഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെ സൗകര്യങ്ങളും നമുക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജില്ലയിൽ ഉണ്ടാകുന്ന ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സന്നദ്ധമായിട്ട് വോളണ്ടറിയായിട്ട് വിതൗട്ട് എനി പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാതെ ഒരു നല്ല ഒരു യുവജനങ്ങളുടെ ഒരു പ്രൈമറി ആയിട്ട് കാര്യങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു സേനയെ സജ്ജീകരിക്കാവുന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഒരു മോട്ടോയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആത്മനിർഭർ എന്നൊരു പരിപാടി നമ്മൾ സ്റ്റേറ്റിൻ്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുമായിട്ട് ചെയ്ത് നമ്മുടെ ജില്ലയിലെ സംസ്ഥാനത്ത് 14 ജില്ലകളിൽ സംബന്ധിച്ചുള്ള വോളണ്ടറി ഓർഗനൈസേഷൻസ് നമ്മുടെ ഒരു പേരുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്ന് പറയുന്നത് അത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായത്. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകും. ഒരു വ്യക്തിക്കോ ഒരു ചെറിയൊരു കുടുംബത്തിനോ ഒരു ഡിസാസ്റ്റർ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ ദുരന്തമല്ല. ഒരു സമൂഹത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ ആ ഒരു ദുരന്തം, ആ ഒരു വിഷമ സാഹചര്യത്തെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഈ പല ദുരന്തങ്ങളുണ്ട്, തൊഴിൽ ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാറുണ്ട്, വെടിമരുന്ന് ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പല ഡിസാസ്റ്ററുകളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം സൈക്ലോൺ വാണിംഗ് എന്നുള്ള കൃത്യമാണ്. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടൊരു ഇവാക്യുവേഷൻ പ്രോസസ്സ് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക്. മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുധ N അധ്യക്ഷത വഹിച്ചു. ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ നോഡൽ ഓഫീസറായിട്ടുള്ള ദിനേശ് സാർ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് പേര് ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ അവരാരും ബില്ലിംഗ് അല്ല. അപ്പോൾ ആൾക്കാരുടെ എണ്ണം, ക്യാമ്പ് നടത്താൻ പര്യാപ്തമായ എണ്ണം ആൾക്കാരുടെ രജിസ്ട്രേഷൻ ഇല്ല. അപ്പം മാഡം ഒന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുള്ള രീതിയിൽ സാറ് ഭയങ്കര ഒരു വിഷമത്തോടു കൂടിയാണ് വന്നത്. കാരണം ഇത്രയും നല്ലൊരു അവസരം, നമ്മളൊരു സമൂഹ ജീവിയാണ്, നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ക്ലാസ് ഈ ഒരു വെക്കേഷൻ സമയത്താകുമ്പോൾ പ്രത്യേകിച്ച് അധ്യാപകരെ സംബന്ധിച്ച് ഏറ്റവും. അഞ്ജലി പരമേശ്വരൻ, സുനിത PA, ഉഷ RN ഷേണായി, രാജേന്ദ്രൻ CG, പ്രമോദ് KP, അമേഴ്സൺ ലൂയിസ് എന്നിവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ സർപ്പം, ഫയർഫോഴ്സ്, പോലീസ്, സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗം വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകും. സന്നദ്ധ സേവകർക്കുള്ള തിരിച്ചറിയൽ കാർഡും നൽകപ്പെടും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. Sevens Golden Diamonds, Ermalur, Vadadala.